കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കുറിച്ച് തന്നെ. കഴിഞ്ഞ ദിവസം നേമത്ത് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ കേട്ടപ്പോൾ ഏത് മലയാളിക്കാണ് ചിരി വരാത്തത്? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, എനിക്ക് വലിയ വിജയ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിടുന്നത്. കേൾക്കുമ്പോൾ തോന്നും നേമത്തുകാർ ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഒരു മഹാവിസ്മയത്തിന് വേണ്ടിയാണെന്ന്. സത്യത്തിൽ ശിവൻകുട്ടി സാറിനെ സമ്മതിക്കണം. ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ വലിയ അറിവോ അക്ഷരസ്ഫുടതയോ ഒന്നും വേണ്ടെന്ന് തെളിയിച്ച വിപ്ലവകാരിയാണ് അദ്ദേഹം. നിയമസഭയിലെ മേശപ്പുറത്ത് കയറി നിന്ന് അഭ്യാസ പ്രകടനം നടത്തിയ ആ പഴയ വിപ്ലവ വീര്യം ഇപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട്. നാലക്ഷരം കൂട്ടി വായിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു മന്ത്രി നിങ്ങളുടെ കുട്ടികൾക്ക് മാതൃകയാകുന്നത് കാണുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും. അക്ഷരത്തെറ്റുകൾ വരുത്തുന്നതിലും വാക്കുകൾ വിഴുങ്ങുന്നതിലും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അത് ലോകത്ത് മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രിക്കും ഇല്ല. അദ്ദേഹം മന്ത്രിയായ ശേഷം നമ്മുടെ വിദ്യാഭ്യാസ രംഗം എത്രത്തോളം ഉയരത്തിലെത്തിയെന്ന് ചോദിച്ചാൽ സ്കൂൾ പൂട്ടുന്നതിലും കുട്ടികൾ തോൽക്കുന്നതിലും പുതിയ റെക്കോർഡുകൾ നേടുകയാണ് നമ്മൾ. ഇപ്പോൾ ഇതാ അദ്ദേഹം നേമത്ത് വീണ്ടും വിജയക്കൊടി പാറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എതിരാളികളെ കളിയാക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ, അദാനി വരും, ഒത്തുതീർപ്പാണെന്നൊക്കെ. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്ന് അദ്ദേഹം കേൾക്കുന്നില്ല. 40 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ടെന്നാണ് അവകാശവാദം. ശരിയാണ്, 40 വർഷമായി ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. പക്ഷേ ഈ 40 വർഷത്തിനിടയിൽ നേമത്ത് എന്ത് വിപ്ലവകരമായ മാറ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്? വികസനം എന്നാൽ നിയമസഭയിലെ ഡെസ്ക് അടിച്ചു തകർക്കലാണെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ആവോ? എന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, കാണാൻ ചെന്നാൽ നല്ല തമാശകൾ കേൾക്കാം. പക്ഷേ മണ്ഡലത്തിലെ റോഡുകളെ കുറിച്ചോ സ്കൂളുകളുടെ അവസ്ഥയെ കുറിച്ചോ ചോദിച്ചാൽ അദ്ദേഹത്തിന് കിളി പോയ അവസ്ഥയാകും. 40 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ ആ പാരമ്പര്യം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് മാത്രം അദ്ദേഹം പറയുന്നില്ല. താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെ വഞ്ചിച്ചില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും. നേമത്ത് ഇത്തവണ LDF തരംഗം ഉണ്ടാകുമെന്നാണ് ശിവൻകുട്ടി സാറിന്റെ പ്രവചനം. ഈ തരംഗം ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണോ അതോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ജനം ചിരിക്കുന്നതിന്റെ ചിരി തരംഗമാണോ എന്ന് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം. സ്വന്തം നിലവാരം എവിടെ നിൽക്കുന്നു എന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അക്ഷരമറിയാത്തവർ അക്ഷരമുറ്റത്തിന്റെ ഭരണം കൈയാളുമ്പോൾ അത് നാടിന് എത്രത്തോളം ഗുണകരമാകുമെന്ന് നേമത്തെ ജനങ്ങൾക്കറിയാം. ഏതായാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വശത്ത് രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ മറുവശത്ത് അത് ശിവൻകുട്ടി എന്ന അക്ഷര വിപ്ലവകാരിയുടെ പ്രകടനം കാണാനുള്ള ഒരു വേദി കൂടിയായിരിക്കും. കാത്തിരുന്നു കാണാം ഈ വിജയപ്രതീക്ഷ ഒരു വമ്പൻ കോമഡി ഷോയായി മാറുന്നത്. ഇനി നമ്മുടെ മന്ത്രി വിജയപ്രതീക്ഷയെ കുറിച്ചും ശാസ്ത്രീയമായ ഒത്തുതീർപ്പുകളെ കുറിച്ചും വാചാലനാകുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ ചിത്രം മറ്റൊന്നാണ്. ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ എന്തിനാണ് നാട് വിടുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? ഉന്നത വിദ്യാഭ്യാസത്തിന് നിലവാരമില്ലാത്തത് കൊണ്ടും പഠിച്ചിറങ്ങിയാൽ ഇവിടെ ഒരു പണി കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇവിടുത്തെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ കൊഴിഞ്ഞുപോക്ക് തടയാൻ അദ്ദേഹം എന്ത് ചെയ്തു? പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ മാറുന്ന ലോകത്തിനനുസരിച്ച് സിലബസ് പരിഷ്കരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞോ? ഇല്ല. പകരം നമുക്ക് കിട്ടിയത് നിയമസഭയിലെ ഗുസ്തിയും പൊതുവേദികളിലെ അക്ഷരത്തെറ്റുകളുമാണ്. വിദ്യാഭ്യാസ വിപ്ലവമെന്ന് വാതോരാതെ പറയുമ്പോഴും കേരളത്തിലെ ക്യാമ്പസുകൾ ഇന്ന് തൊഴിൽ രഹിതരുടെ കേന്ദ്രമായി മാറുകയാണ്. സ്വന്തം നാട്ടിൽ പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് കടം വാങ്ങി വിമാനം കയറുന്ന യുവാക്കളോട് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് മിനിമം വിഷൻ പോലും ഇല്ലെങ്കിൽ വരും തലമുറയുടെ ഭാവി ഇങ്ങനെയൊക്കെ തന്നെയാവും. നേമത്തെ വിജയത്തെ കുറിച്ച് സ്വപ്നം കാണുന്നതിന് മുമ്പ് പാതി വഴിയിൽ പഠനം നിർത്തിയും നാട് വിട്ടും പോകുന്ന ഈ യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിക്ക് ബാധ്യതയുണ്ട്. പുറമെ അദാനിയെയും ഒത്തുതീർപ്പിനെയും പറ്റി വലിയ വർത്തമാനം പറയുമെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേൾക്കുമ്പോൾ സാറിന്റെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടെന്ന് ആ മുഖഭാവം കണ്ടാൽ അറിയാം. മുൻപ് ആരെങ്കിലും വന്ന് നേമത്ത് ജയിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷെ ഇത്തവണ കളി മാറി. ടെക്നോളജിയും വികസനവും ഒക്കെ വിരൽ തുമ്പിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ എതിരാളിയായി വരുമ്പോൾ വെറും അക്ഷരത്തെറ്റുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റില്ലല്ലോ. ഈ അദാനി പ്രയോഗമൊക്കെ ആ പേടി മറച്ചു പിടിക്കാനുള്ള വെറും നമ്പറുകൾ മാത്രമാണ്. താൻ വഞ്ചിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് തന്നെ ജനങ്ങൾ തന്നെ കൈവിടുമോ എന്ന പേടിയുള്ളത് കൊണ്ടാണ്.
രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ തന്നെ തമാശ രാഷ്ട്രീയം വിലപ്പോവില്ലെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ആത്മവിശ്വാസം ഇത്രയധികം അഭിനയിച്ചു കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ തീ പിടിക്കുമ്പോഴും പുറത്ത് ചിരിച്ചു കാണിക്കുന്ന ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ വികസനം എന്താണെന്ന് അറിയാമോ? പിൻവാതിൽ നിയമനങ്ങൾ. കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ കയറി കാത്തിരിക്കുന്ന പാവം ഉദ്യോഗാർത്ഥികൾ തെരുവിലിരുന്ന് കരയുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും തിരികെ കയറ്റാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടതാണ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ആ റാങ്ക് ഹോൾഡേഴ്സിന്റെ മുഖത്തേക്ക് നോക്കി ഇത് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? അവരുടെ സ്വപ്നങ്ങളെ വഞ്ചിച്ചതിന് നിയമത്തെ വോട്ടർമാർ മറുപടി നൽകില്ലെന്ന് അദ്ദേഹത്തിന് എങ്ങനെ ഉറപ്പിക്കാം? രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ശിവൻകുട്ടി സാറിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ടാവും. കാരണം ഒരാൾ ലോകം അംഗീകരിച്ച ടെക്നോക്രാറ്റ് ആണ്, മറ്റൊരാൾ നിയമസഭയിലെ ഡെസ്ക് തകർക്കുന്നതിൽ PhD എടുത്ത ആളും. ജനങ്ങൾക്ക് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കാണാമെന്നത് ശരിയാണ്, പക്ഷേ കണ്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യത്തിന് മറുപടി പറയാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ട അവസ്ഥയിലാണല്ലോ താങ്കൾ. അക്ഷരമുറ്റത്തെ ഭരണം കൈയാളുന്ന താങ്കൾക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവിയിൽ എന്ത് താല്പര്യമാണുള്ളത്? വിദ്യാഭ്യാസ മേഖലയെ ഈ പരുവത്തിലാക്കിയിട്ട് ഇനി നിയമത്തെ കൂടി നന്നാക്കാൻ വരരുത് എന്ന് പറയാനുള്ള ആർജവം അവിടുത്തെ വോട്ടർമാർ കാണിക്കുമോ എന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം പോലും മാറ്റി എഴുതിയ ആളാണ് ശിവൻകുട്ടി. ഒരു പൊതുവേദിയിൽ വന്ന് 4 വരികൾ തെറ്റില്ലാതെ വായിക്കാൻ കഴിയാത്ത ഒരാൾ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി നിർണയിക്കുന്ന കസേരയിൽ ഇരിക്കുന്നത് വെറും ഒരു തമാശയല്ല, അത് ഈ നാടിനോട് കാണിക്കുന്ന ക്രൂരത തന്നെയാണ്. അറിവില്ലായ്മ ഒരു കുറവല്ലായിരിക്കാം, പക്ഷെ ആ അറിവില്ലായ്മ വിപ്ലവം എന്ന് പേരിട്ട് ആഘോഷിക്കുന്നത് വോട്ടർമാരെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. പണ്ട് നിയമസഭയിലെ മേശപ്പുറത്ത് കയറി താണ്ഡവമാടിയ ആ കായിക ബലം മാത്രമാണ് തന്റെ യോഗ്യതയെന്ന് അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? മന്ത്രി വിജയപ്രതീക്ഷയെ പറ്റി വാചാലനാകുമ്പോൾ തന്റെ വകുപ്പിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗം എത്രത്തോളം ചീന നാറുന്നു എന്ന് അദ്ദേഹം അറിയുന്നുണ്ടോ? കേരളത്തിലെ സർവകലാശാലകൾ ഇന്ന് വെറും പാർട്ടി ഓഫീസുകളായി മാറിയിരിക്കുകയാണ്. പിൻവാതിൽ നിയമനങ്ങളിലൂടെയും മാർക്ക് ദാനത്തിലൂടെയും സ്വന്തക്കാരെ തിരികെ കയറ്റുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച പാവപ്പെട്ടവന്റെ മക്കൾക്ക് മുന്നിൽ ഇവിടെ എല്ലാ വാതിലുകളും അടയുകയാണ്. അക്ഷരമുറ്റത്തെ ഭരണം കൈയാളുന്ന ഇദ്ദേഹം കാരണം ഇവിടുത്തെ യുവാക്കൾക്ക് ഇന്ന് അന്യനാടുകളിൽ പോയി അടിമപ്പണി ചെയ്യേണ്ടി വരികയാണ്. ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ കരിച്ചു കളഞ്ഞിട്ട് താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു? ഇനി പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കീഴിൽ അറിവില്ലാത്തവർ അധികാരം കൈയാളുമ്പോൾ നശിക്കുന്നത് ഒരു തലമുറയുടെ ഭാവിയാണ്. നിയമസഭയിൽ ഡെസ്ക് തകർത്ത പാരമ്പര്യമുള്ള ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ തകർക്കാനാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. നിയമത്തെ ജനങ്ങൾ ഇത്തവണ മറുപടി നൽകുന്നത് വെറുമൊരു ശിവൻകുട്ടിക്കല്ല, മറിച്ച് ഈ നാടിനെ വഞ്ചിക്കുന്ന പിണറായി സർക്കാരിന് കൂടിയായിരിക്കും. അക്ഷരം അറിയാത്തവർക്ക് അക്ഷരമുറ്റത് സ്ഥാനമില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ വോട്ടർമാർ തയ്യാറെടുക്കുകയാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ കൂടിയായിരിക്കും. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും കാണാൻ കഴിയാത്ത അത്രയും വൈവിധ്യമുള്ള രാഷ്ട്രീയ അത്ഭുതങ്ങൾ നമുക്ക് ഇവിടെ കേരളത്തിൽ കാണാൻ കഴിയും. പഠിപ്പും വിവരവുമുള്ള യുവാക്കൾ ജോലി കിട്ടാതെ നാട് വിടുമ്പോൾ അക്ഷരം കൂട്ടി വായിക്കാൻ പ്രയാസപ്പെടുന്നവർ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നിരുന്ന് നമ്മളെ ഉപദേശിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭാഗ്യം തന്നെ വേണം. നിയമസഭയിൽ ഡെസ്ക് തല്ലി പൊളിച്ചാൽ മന്ത്രിസ്ഥാനം കിട്ടുന്ന ഈ ഒരു സിസ്റ്റം വേറെ എവിടെ കിട്ടും? ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാംസ്കാരിക കേരളം എന്ന് അഹങ്കരിക്കുന്ന ഇവിടെ അറിവിനെ പൂജിക്കുന്ന നമ്മുടെ മണ്ണിൽ അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയായി വാഴിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. പുറംനാടുകളിൽ വിദ്യാഭ്യാസ മന്ത്രിമാരായി വരുന്നത് ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരോ അല്ലെങ്കിൽ വലിയ വിഷനുള്ളവരോ ആയിരിക്കും. എന്നാൽ ഇവിടെയോ അസംബ്ലിയിൽ അഭ്യാസം കാണിച്ചവർക്കും പാർട്ടി ഓഫീസിൽ അടിപിടി നടത്തിയവർക്കും വിദ്യാഭ്യാസ വകുപ്പ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്ന്. നിയമത്തെ ജനങ്ങളോട് വിജയപ്രതീക്ഷയെ കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ ജനാധിപത്യം ഓർത്ത് നമുക്ക് ലജ്ജ തോന്നണം. ഈ അത്ഭുതം കാണാൻ നമ്മൾ ഇനിയും എത്ര കാലം കാത്തിരിക്കണം? ഇത്തവണ തിരഞ്ഞെടുപ്പ് കേവലം ഒരു വോട്ടല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പരിഹസിക്കുന്നവർക്ക് നൽകുന്ന ഒരു മറുപടി ആയിരിക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.